ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളിലൂടെ ചില കുഴപ്പം പിടിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതായത് ഒന്നുകൂടെ ലളിതമായി പറഞ്ഞാൽ, നമ്മൾ എല്ലാ ദിവസവും ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സുഖലോലുപിതയുടെ സീമ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അതിനകത്ത് സുഖമായി ജീവിക്കുകയാണ്. അങ്ങനെ എല്ലാം ഇപ്പോഴും വ്യത്യസ്തമായ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ചിലപ്പോൾ കുഴപ്പത്തിൽ പോയി ചാടും. ഇന്ന് ചാടിക്കോട്ടെ, വിരോധമില്ലെന്നേ. ഒരു കുഴപ്പത്തിലും ചാടാതെ ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? വല്ലപ്പോഴും ഒക്കെ ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടുക. ഉറപ്പായിട്ട് അതിൻ്റെ പർപ്പസ് ഉണ്ടാവണം. വെറുതെ പർപ്പസ് ഇല്ലാണ്ട്, ലക്ഷ്യങ്ങളൊന്നും ഇല്ലാണ്ട് പോയി കുഴപ്പത്തിൽ ചാടരുത്. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അഡാപ്റ്റബിലിറ്റി, നമുക്ക് ഏത് സാഹചര്യത്തോടും ചേർന്ന് നിൽക്കാനുള്ള ഒരു കഴിവുണ്ട്, നമ്മുടെ റെസിലിയൻസ് കപ്പാസിറ്റി, ഇതെല്ലാം അങ്ങോട്ട് കൂടും. എന്ന് മാത്രമല്ല, കുറച്ചുകൂടെ നമുക്ക് ഒരു വൈഡർ വിഷൻ, എല്ലാത്തിനോടും കുറച്ചുകൂടെ വിഗഹമായി നമുക്കതിനെ കാണാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തെ കോഡ് വെളിപ്പെടുത്താം. കെയോസ് വിത്ത് പർപ്പസ്. നമ്മുടെ ജീവിതത്തിലെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ കാര്യം ചെയ്താൽ ഉടനെ ആളുകൾ പറയും, വേണ്ടാതെ കുഴപ്പത്തിൽ പോയി ചാടല്ലേ. ഇത് കേട്ടിട്ടില്ലേ പല പ്രാവശ്യം? പക്ഷെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ എന്നും വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അന്നിട്ട് നമ്മൾ പലപ്പോഴും ചില കുഴഞ്ഞ മറിഞ്ഞ പ്രശ്നത്തിൽ പോയി പെടുകയും ചെയ്യും. ചെറിയ മക്കളായിരിക്കുമ്പോൾ. ഇത് വളർന്നു വന്നപ്പോൾ നമ്മൾ വളരെ കോൺഷ്യസ് ആയി നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, കുഴപ്പത്തിൽ പെടാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ഫ്രെയിം ഉണ്ടാക്കി ആ ഫ്രെയിമിനകത്ത് ജീവിക്കാൻ തുടങ്ങി. ഈ ഫ്രെയിമിൽ ജീവിച്ചപ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മൾ എന്തോ വലിയ കാര്യം ചെയ്തു. സത്യത്തിൽ അങ്ങനെയല്ല. പുതിയ കാര്യങ്ങൾ പഠിക്കാനോ പുതിയ അവസരങ്ങൾ കണ്ടെത്താനോ ഒക്കെ നമുക്ക് മടി വരും. സാമാന്യമുള്ള ജനങ്ങളുടെ കാര്യം ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ കെയോസ് വിത്ത് പർപ്പസ് എന്ന ഈ കോഡ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് അൺപ്രെഡിക്റ്റബിൾ ആകുക എന്ന്. കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ, വേറൊരാൾക്ക് നമ്മളെ വിധിക്കാൻ പാടില്ല. ഇയാൾ ഇങ്ങനത്തെ ഒരാളാണെന്ന് പറയാൻ പാടില്ലാത്ത രീതിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഉദാഹരണത്തിന്, നമ്മൾ എല്ലാ ദിവസവും മധുരമുള്ള ചായ കുടിക്കുന്നെങ്കിൽ മധുരമില്ലാത്തൊരു ചായ കുടിച്ച് നോക്കാം. അല്ലെങ്കിൽ ചായ മാറ്റി കോഫി ആക്കി നോക്കാം. ഇതേപോലെ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ഭക്ഷണം കഴിക്കുക. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു മലേഷ്യൻ യാത്ര പോയി. അപ്പോൾ ആ യാത്രാ വിവരണത്തിലെ അവർ തരുന്ന ഒരു ഇറ്റേണറി ഉണ്ടല്ലോ, അതിനകത്ത് അവരെഴുതിയേക്കാണ് അവിടെ നിങ്ങൾക്ക് കേരള ഫുഡ് കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം നമ്പരുന്ന്, ഇതെന്തിനാണ് കേരളത്തിൽ ഫുഡ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പോകുമ്പോൾ ആ മലേഷ്യയിലത്തെ ഫുഡ് കഴിച്ച് അത് അനുഭവിച്ച് അവിടെ പോയി അനുഭവം ഉണ്ടാകുന്നതിന് പകരം ഇവിടുത്തെ കപ്പയും മീൻകറിയും ഇവിടുത്തെ ഇഡലിയും ചമ്മന്തി അവിടെ കിട്ടും എന്ന് പറയുമ്പോൾ കുറേ പേർ ആവേശം നിൽക്കുകയാണ്. അപ്പോൾ എന്താ വ്യത്യാസം? ഇവിടുന്ന് അവിടെ വരെ പോയി ആ സ്ഥലം കണ്ടു എന്നല്ലാണ്ട് വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കാനോ അവിടുത്തെ വസ്ത്രധാരണ രീതികൾ അതൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളൊരു പുതിയ ഭക്ഷണ രീതി അവലംബിക്കാം കുറച്ച് ദിവസത്തേക്ക്. എല്ലാ ദിവസവും ആണെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ ഹിന്ദി പാട്ട് കേട്ടോ, ഒരു കൊറിയൻ പാട്ട് കേട്ടാൽ എന്താ കുഴപ്പം? ഒരാഴ്ച കൊറിയൻ പാട്ട് കേട്ടി നോക്കാം. ഇങ്ങനെ എല്ലാ ദിവസവും എന്താ പറയുക, നമ്മൾ കുർത്ത ഇടുന്ന ആളാണെങ്കിൽ അതൊന്ന് മാറ്റി ടീഷർട്ട് ഇടുകയോ അല്ലെങ്കിൽ സാധാരണ വസ്ത്രം ധരിക്കുകയൊക്കെ ചെയ്യാം. ഇങ്ങനെ എപ്പോഴും വ്യത്യസ്തമായ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. ഇതിനെ കെയോസ് നാൾ വിളിക്കും. എന്തൊക്കെയോ കുഴപ്പം ചെയ്യാൻ വേണം. പക്ഷെ നമ്മളതിന് പർപ്പസ് ഉണ്ടല്ലോ. എന്താണ് പർപ്പസ്? നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അഡാപ്റ്റബിലിറ്റി, നമുക്ക് ഏത് സാഹചര്യത്തോടും ചേർന്ന് നിൽക്കാനുള്ള ഒരു കഴിവുണ്ട്, നമ്മുടെ റെസിലിയൻസ് കപ്പാസിറ്റി, ഇതെല്ലാം അങ്ങോട്ട് കൂടും. എന്ന് മാത്രമല്ല, കുറച്ചുകൂടെ നമുക്ക് ഒരു വൈഡർ വിഷൻ, എല്ലാത്തിനോടും കുറച്ചുകൂടെ വിഗഹമായി നമുക്കതിനെ കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്ന, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യണം. നമുക്കുണ്ടാകുന്ന ഒരു അപകടം കേട്ടോണേ. അപകടം നല്ല വാക്കല്ല നല്ലത്. നമുക്കുണ്ടാകുന്ന ചില അബദ്ധങ്ങൾ. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എല്ലാ ദിവസവും മനോരമ പത്രം വീണുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ദിവസം ഒരാൾ ഇന്ത്യൻ എക്സ്പ്രസ് കൊണ്ടിട്ടെന്ന് വിചാരിച്ചോളൂ, നമ്മൾ ആകെ കുഴഞ്ഞു മറിയും. അന്നത്തെ ദിവസം നമുക്ക് ഇറിറ്റേഷൻ ആണെന്ന്. അന്നത്തെ ദിവസം നമുക്കത് വായിക്കാം. ഒരു ദിവസം നമുക്ക് വേറൊരു പത്രം വായിക്കാം, മലയാളത്തിൽ വേറൊരു പത്രം വായിക്കാം. ഒരു ദിവസം ഹിന്ദി വന്നു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പേടിക്കേണ്ട, വായിക്കാൻ നോക്കാം നമുക്ക്. ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളിലൂടെ ചില കുഴപ്പം പിടിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതായത് ഒന്നുകൂടെ ലളിതമായി പറഞ്ഞാൽ, നമ്മൾ എല്ലാ ദിവസവും ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സുഖലോലുപിതയുടെ സീമ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അതിനകത്ത് സുഖമായി ജീവിക്കുകയാണ്. എപ്പോഴാണ് ഈ കംഫർട്ട് സോൺ നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റണത്? ഞാൻ വീണ്ടും പറയാൻ അത്ര എളുപ്പമല്ല, എന്നിരുന്നാലും സാധ്യമാണ്. അപ്പോൾ ഒന്ന് കംഫർട്ട് സോൺ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ കംഫർട്ട് സോൺ കുറച്ചുകൂടെ വലുതായി കാണാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ സുഖലോലുപതകളിലേക്ക്, കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക്, കൂടുതൽ വിശാലതയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആക്ടിവിറ്റികൾ, ഇതൊരു തമാശക്ക് ഒരു ഫണ്ടിന് വേണ്ടി ചെയ്യല്ല, സത്യത്തിൽ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വലിയ തോതിൽ വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും. ഇതേപോലെ നമ്മുടെ ഫ്രണ്ട്സ്, നമുക്കൊരു ചെറിയ ഫ്രണ്ട് സർക്കിൾ, ചില ആൾക്ക് കുറച്ച് വലിയ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും. നമുക്ക് വേഗം ഒരു അപരിചിതമായ ഒരാളുമായിട്ട് സംസാരിക്കാം, ട്രെയിനിൽ കാണുന്ന ഒരാളോട് വേഗം ഇടപഴകാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. സാധിക്കുന്നവർ ധാരാളം ഉണ്ട് കേട്ടോ, ഞാൻ അവരെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഇതിനൊക്കെ എന്തോ ഒരു മടിയാണ് നമുക്ക്. എല്ലാ ദിവസവും AC-യിൽ സഞ്ചരിക്കുന്ന ആൾക്ക് ഒരു ദിവസം അതിനകത്ത് ഏറ്റവും ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാൻ കുറച്ച് ഇഷ്ടക്കേടുണ്ടാവും.
ജനറൽ കമ്പാർട്ട്മെന്റിൽ കാണുന്ന ആൾക്ക് ആ സെക്കൻഡ് എ സിയിൽ പോകാൻ വിഷമമുണ്ടാവും. ഇതെല്ലാം നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇത് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പാടാൻ അറിയത്തില്ലാത്ത ഒരാളെന്ന് വിചാരിക്കൂ. നമുക്ക് എവിടെയെങ്കിലും ഒരാളുടെ അടുത്ത് പോയി, നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ്റെ അടുത്ത് നമ്മളൊന്ന് വയലിൻ പഠിച്ച് നോക്കാം. നമ്മളിതുവരെ ചെയ്തിട്ടില്ല, പഠിച്ചു നോക്കാം. നമുക്ക് ഫോട്ടോഗ്രാഫി, നമുക്ക് ആകെ മൊബൈലിൽ കൂടെ ഫോട്ടോ എടുക്കാൻ അറിയത്തുള്ളൂ, പക്ഷെ അതിൻ്റെ ആംഗിൾ എങ്ങനെയാണ്, അതിൻ്റെ ലൈറ്റിംഗ് എങ്ങനെയാണ് അറിയത്തില്ല. ഒരു സുഹൃത്തിനൂടെ പോയിട്ട് അങ്ങനെ ഒന്ന് പഠിച്ചെടുക്കാം. അങ്ങനെ എല്ലാം ഇപ്പോഴും വ്യത്യസ്തമായ കാര്യങ്ങൾ കണ്ടുപിടിച്ച്, ചിലപ്പോൾ കുഴപ്പത്തിൽ പോയി ചാടും. ഇന്ന് ചാടിക്കോട്ടെ, വിരോധമില്ലെന്നേ. ഒരു കുഴപ്പത്തിലും ചാടാതെ ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? വല്ലപ്പോഴും ഒക്കെ ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടുക. ഉറപ്പായിട്ട് അതിൻ്റെ പർപ്പസ് ഉണ്ടാവണം. വെറുതെ പർപ്പസ് ഇല്ലാണ്ട്, ലക്ഷ്യങ്ങളൊന്നും ഇല്ലാണ്ട് പോയി കുഴപ്പത്തിൽ ചാടരുത്. ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടി ഒരു കുഴപ്പത്തിൽ ചാടുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു. കെയോസ് വിത്ത് പർപ്പസ്. അപ്പോൾ 3 വീഡിയോ ആയി. 4ാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ വരും. 4ാമത്തെ കോഡുമായിട്ട് വരും. പിന്നെ അതിനുശേഷം ബാക്കിയുള്ള കോഡുകൾ. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യരുത്. ഞാൻ വീണ്ടും പറയുന്നു, കുറച്ച് സമയം ഇല്ലേ, വളരെ ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് വായിച്ച് തീർക്കാനുള്ള സമയമുള്ളൂ. അത്രയും സമയം കൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നു. ഇത് കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇത് ചെയ്യണം. അപ്പോൾ അടുത്ത ആഴ്ചയിൽ നിങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായി ചെയ്യുന്ന കാര്യങ്ങളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അങ്ങനെ ഒരു 3 മാസത്തേക്ക് ഷെഡ്യൂൾ ഉണ്ടാക്കുക. അടുത്ത ആഴ്ച ഞാൻ ഇന്ന കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്യാൻ പോകണം. ഇങ്ങനെ ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് നടപ്പിലാക്കണമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനോടോ വീട്ടിൽ ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ അമ്മയോടോ അച്ഛനോടോ ഒക്കെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞൊരു വാവ് എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ അടുത്ത സുഹൃത്തിനോട് കമ്മിറ്റ് ചെയ്യുക. ഞാൻ അടുത്ത ആഴ്ച ഇന്ന കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് കമ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു കുഴപ്പം വേറെ ഉണ്ടാവും. അയാൾ അടുത്ത ആഴ്ച ചോദിക്കും നിങ്ങൾ ചെയ്തോന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്തില്ലെന്ന് പറയാൻ നാണക്കേടാവും. ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യും. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ ഒരു കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. സന്തോഷം. താങ്ക് യു.